കേരള തനിമയുള്ള കഥകളി എന്ന മഹത്തായ കലാരൂപത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ വേദിയിൽ എത്തുന്നത്. കഥകളിയുടെ മഹത്തായ മനോഹരമായ ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് സദസ്സിനെ സ്വാഗതം ചെയ്യുന്നു. മാതം ഗാനം അബ്ജവാസരമണി ഗോവിന്ദമാദ്യം ഗുരും വ്യാസം പാണിനി ഗർഗനാരദ ഗണദദ്യൻ മുനീന്ദ്ര ബുധൻ ദുർഗാംജാബി മൃദം കശൈലനിലയ ശ്രീ പോർക്കലി ഇഷ്ടദ ഭക്ത്യാ നിത്യമുപാസ്മഹേ സപദി ന കുർവന്ത്വമീ മംഗളം. നമസ്കാരം. സുരേഷേട്ടനും കൃഷ്ണമോഹനേട്ടനും കഴിഞ്ഞ ആഴ്ച ഈ ലെക്ചർ ഡെമോൺസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മലയാളികളോട് ഞാൻ ഈ കഥകളിയെക്കുറിച്ച് പറയെന്താ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉള്ള അത്യാവശ്യം കുറച്ച് അറിവുകളും കുറച്ച് കാര്യങ്ങളും ഞാൻ പ്രസൻറ്റേഷനിൽ മുഖേന ചെയ്ത് കാണിച്ച് പഠിക്കാൻ നോക്കാം എന്ന്. പിന്നെ ബോംബെയിൽ ജനിച്ച് വളർന്ന് പഠിച്ച കൊണ്ട് എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും ഉച്ചാരണത്തിലുള്ള അപാകതകളോ അസ്ഥാനത്തിൽ വല്ല വാക്ക് പ്രയോഗിക്കുകയോ ചെയ്യാൻ വെച്ചാൽ ഞാൻ ആദ്യമേ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ പരിപാടി തുടങ്ങുന്നു. കഥകളി എന്ന കലാരൂപം ഈ 400-500 വർഷം പഴക്കമുള്ള ഒരു കലാരൂപമാണ്. പണ്ട് നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന ഫോക്ക് ഡാൻസ് ഫോമുകളായ തിരയാട്ടം, മുടിയേറ്റ്, തെയ്യം എന്നുള്ള കലാരൂപങ്ങൾ, കൂടിയാട്ടം എന്നൊക്കെയുള്ള കലാരൂപങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് ഈ കഥകളി. 1500 വർഷത്തിൽ കോഴിക്കോട് മഹാരാജാവ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ പടയാളികളെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കലാരൂപമാണ് കൃഷ്ണാട്ടം എന്ന കലാരൂപം. ഇന്നും ഗുരുവായൂരുള്ള നടന്നു വരുന്ന കൃഷ്ണാട്ടം എന്ന കലാരൂപം ഉണ്ടായത്. അതിൽ കൃഷ്ണൻ്റെ 8 കഥകൾ ആണ് അതിനകത്ത് കാണിച്ചിരുന്നത്. അത് സംസ്കൃതം ആയിരുന്നു അതിൻ്റെ ലിപി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ കൃഷ്ണാട്ടം കലയെ കൂടുതലായി പ്രഖ്യാപിച്ച് കൂടുതലും ആൾക്കാർ അറിയാൻ തുടങ്ങിയപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ ഈ കലാരൂപം അവരുടെ രാജ്യത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മഹാരാജാവിനെ അപേക്ഷിച്ച് മൂപ്പര് അത് അയച്ചു തരില്ല കലാകാരന്മാരെ എന്ന് പറയുക മാത്രമല്ല, മൂപ്പര് കളിയാക്കും കൂടിയും ചെയ്തു. അപ്പം കൊട്ടാരക്കര തമ്പുരാൻ ദേഷ്യം വന്ന് മൂപ്പര് തുടങ്ങിയ ഒരു കലാരൂപമാണ് രാമനാട്ടം എന്നൊരു കലാരൂപം. അതിൽ രാമൻ്റെ 8 കഥകളാണ് ഉണ്ടായിരുന്നത്. അത് മലയാളത്തിലായിരുന്നു അതിൻ്റെ ലിപികളൊക്കെ ഉണ്ടായിരുന്നത്. ആ കാലയളവിൽ ഒരു കോട്ടയത്ത് തമ്പുരാൻ എന്ന ഒരു സ്കോളർ ആ സമയത്ത് 4 കഥകൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഭഗവതം, കാലകേവതം, കല്യാണ സൗഗന്ധികം, ക്രിമീരവധം എന്ന 4 കഥകൾ. ഇതിനകത്ത് കൃഷ്ണനും രാമനും അല്ലാതെ ഭാഗവതത്തിൽ നിന്നെടുത്ത പല കഥകളും കൂടി അതിനകത്ത് ഉൾപ്പെട്ടപ്പം ആ കലാരൂപം രാമനാട്ടം എന്ന കലാരൂപം പിന്നെ അങ്ങോട്ടേക്ക് കഥകളി എന്ന് അറിയപ്പെടുക തുടങ്ങുകയായി.
അങ്ങനെയാണ് കഥകളി എന്ന ഒരു ആർട്ട് ഫോം ഉണ്ടായത്. പിന്നെ കഥകളിയിൽ 3 ചിട്ട പറഞ്ഞ നമ്മൾ ഭരതനാട്യം ഡാൻസിലും ബാക്കിയുള്ളതിലൊക്കെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞ മാതിരി കഥകളിയിൽ 3 ചിട്ടകൾ ഉണ്ടായിരുന്നു. കപ്ലിങ്ങാടൻ ചിട്ട, കള്ളുവഴി ചിട്ട, കല്ലടിക്കോടൻ ചിട്ട. അതാണ് 3 ചിട്ടകൾ ഉണ്ടായിരുന്ന കഥകളിയെ കുറിച്ചിട്ട്. പിന്നെ നമ്മുടെ ഈ കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുർവിധാഭിനയം ഒക്കെ ഉൾക്കൊണ്ട് അതിന് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടായി, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരുമിച്ചുണ്ടാവുന്ന ഒരു കലാരൂപമാണ് കഥകളി എന്ന കലാരൂപം. അപ്പം അതിൽ ആദ്യം ആംഗികം, ആഹാര്യം, സാത്വികം, വാചികം എന്ന് 4 ചതുർവിധാഭിനയങ്ങൾ ഒരുമിച്ച് ഒരേ ഇതിൽ ഇമ്പോർട്ടൻസിൽ ചെയ്താലേ ആ ഒരു കളിയോ അല്ലെങ്കിൽ ഒരു കലാകാരനോ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ട് അതിലത്തെ ആഹാര്യം എന്ന വിഷയത്തെക്കുറിച്ച് പറയാം. ആഹാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കഥകളിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കഥകളി കാണുമ്പോൾ അതിൻ്റെ മുഖത്തെഴുത്താണ് അതിൻ്റെ പ്രാധാന്യം. മുഖത്തിൻ്റെ ചലനങ്ങൾ, മുഖത്തിൻ്റെ ഭാവവ്യത്യാസങ്ങൾ കൊണ്ടാണ് കഥകളിയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ കഥകളിയുടെ മുഖത്തെഴുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അതിനകത്ത് ഈ കളർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോല, നീലം, ചായം, കരി. ഈ 4 ആസ്ഥാനം ആയ കളറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഇപ്പോൾ മനോലയിൽ നീലം ചേർക്കുമ്പോഴാണ് പച്ച കളർ വരുന്നത്. അതുമാതിരി വെള്ള മനോലയിൽ ചായം ചേർക്കുമ്പോഴാണ് ചായല്യമാവണം. അപ്പോൾ ഈ കളറ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നും കൂടി ഒരു ചെറിയൊരു സ്നിപ്പെറ്റ്. ഈ കല്ലുകൾ പൊടിച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചുണ്ടാക്കുന്നതാണ് ഈ മുഖത്ത് പുരട്ടുന്ന ഈ മനോലകൾ. ഈ മേക്കപ്പിന് ഉപയോഗിക്കുന്ന, മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ചായല്യം, പച്ച, ഈ വിധം ആണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിനു മുമ്പിലേക്ക് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ കഥകളിയിൽ മെയിനായിട്ട് കാണുന്ന ചുട്ടി എന്ന ഒരു സംഭവമാണ്. ചുട്ടി മുഖത്തിൻ്റെ ഒരു ബോർഡറായി വരുന്നതെന്ന്. പണ്ട് കാലത്ത് ഇത് അരിപ്പൊടി കൊണ്ട് മാത്രം വരച്ചുണ്ടാക്കിയെന്ന ഒരു സംഭവമാണ് ചുട്ടി എന്ന ഇത്. ഇപ്പോൾ അതിനെ മോഡേണൈസ് ചെയ്തിട്ട് കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് അതിനെ കാർഡ് പേപ്പർ കൊണ്ടാണ് നമ്മൾ ചുട്ടി എന്ന ഇത് ഉണ്ടാക്കുന്നത് തന്നെ. ചുട്ടി ഇത് പണ്ടത്തെ കാലത്തെ അരിപ്പൊടി കൊണ്ട് മാത്രം വരച്ചുണ്ടാക്കിയെന്ന അന്ന് വേഷങ്ങൾ ഇങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മാറ്റി കാർഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന ചുട്ടിയുടെ ഈ താഴെ ഇടുന്നത് അരിപ്പൊടിയും ചുണ്ണാമ്പിൻ്റെയും കോമ്പിനേഷനാണ്. അതിൻ്റെ മുകളിൽ പേപ്പർ കട്ട് ചെയ്ത് ഓരോ മുഖത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ ചുട്ടി. അകന്ന പേപ്പർ വെച്ച് 3 ലെയറായിട്ട് ഉണ്ടാക്കി ചെയ്യുന്നതാണ് ഇക്കാലത്തെ ചുട്ടികൾ. ഇനി നമുക്ക് ഇതിൻ്റെ വേഷവിധാനങ്ങളാണ് അതിൻ്റെ പ്രത്യേകത. കഥകളിക്ക് കൂടുതലും വ്യത്യസ്തമായ വേഷവിധാനങ്ങളാണ് അതിൻ്റെ ഇത്. അപ്പോൾ അതിൽ 5 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. പച്ച, കത്തി, താടി,
കരി മിനുക്ക് എന്നുള്ള കാര്യം. അതിൽ പച്ചവേഷങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പച്ചവേഷങ്ങൾ എന്ന് പറഞ്ഞാൽ സാത്വികമായ രാജാക്കന്മാരുടെ ക്യാരക്ടേഴ്സാണ് ഈ പച്ചവേഷത്തിൽ വരിക. അത് കഴിഞ്ഞ് കത്തി എന്ന് പറഞ്ഞാൽ കത്തിയിൽ വില്ലന്മാരായ വേഷങ്ങൾ, ദുര്യോധനൻ, രാവണൻ എന്നുള്ള കഥാപാത്രങ്ങൾ വരുന്നതാണ് കത്തിവേഷത്തിൽ. ഇനി താടിവേഷത്തിൽ അതിന് 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ചുവന്ന താടി, കറുത്ത താടി, വെളുത്ത താടി. അതിൽ ചുവന്ന താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായ പ്രകൃതവും, രാജാക്കന്മാരാണ് പക്ഷെ ക്രൂരമായ പ്രകൃതമായ ദുശാസനൻ, മറ്റേ ഭഗൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ചുവന്ന താടിയിൽ വരിക. പിന്നെ കറുത്ത താടി വനത്തിൽ താമസിക്കുന്ന ജീവികളും ആ മനുഷ്യന്മാരെയും കാണിക്കാനാണ് കറുത്ത താടി ഉപയോഗിക്കുക. അടുത്തത് വെളുത്ത താടിയാണ്. വെളുത്ത താടിയിൽ ഹനുമാൻ എന്നൊരു കഥാപാത്രം മാത്രമേ ഇതിനകത്ത് വരാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് കരിവേഷമാണ്. കരിവേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം കൊണ്ടും ശീലം കൊണ്ടും എല്ലാം കൊണ്ടും ഭയങ്കര ക്രൂരതയുള്ള മനുഷ്യന്മാരെ നമ്മൾ കഥകളി രംഗത്ത് കാണിക്കുന്ന വെച്ചാൽ കരിവേഷത്തിൻ്റെ വഴിയാണ് കാണിക്കുക. പിന്നെ ഇത് കഴിഞ്ഞാൽ മിനുക്ക് വേഷത്തിൽ സ്ത്രീ വേഷങ്ങളായാലും ബ്രാഹ്മണന്മാരായാലും ഒക്കെ മിനുക്ക് വേഷത്തിൽ ആണ് വരിക. പിന്നെ അതല്ലാതെ പല വേഷങ്ങളുണ്ട്. അത് പഴുപ്പ്, ഇത് ബലഭദ്രൻ, ശിവൻ എന്ന് പറഞ്ഞ വേഷങ്ങളാണ് ഇതിനകത്ത് വരിക. ഇത് പ്രത്യേകത ഉള്ള വേഷങ്ങളാണ്, ഓരോ ക്യാരക്ടറിനനുസരിച്ച് ഉണ്ടാക്കുന്ന വേഷങ്ങളാണ്. ഇനി കഥകളി കണ്ട് നിങ്ങളെല്ലാവർക്കും ഒരു ഇതുണ്ടാവും. കഥകളിയുടെ കളിക്കുന്ന ആൾക്കാരുടെ കണ്ണ് ചോക്കുന്ന ഒരു പ്രതിഭാസം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതെങ്ങനെയാണെന്നും എങ്ങനെ ഉണ്ടാവുന്നെന്നും അറിയാനുള്ള ഒരു ഇതിന് കാരണം ഈ പുണ്യാഹ ചുണ്ടയുടെ പൂവിൻ്റെ ഉള്ളിലുള്ള ഒരു കായ ഞങ്ങളത് കയ്യിൽ ഒരച്ചുണ്ടാക്കി നെയ്യിലിട്ടിട്ട് ആണ് ഈ കണ്ണിലിടുക. അപ്പോഴാണ് കണ്ണ് ചോക്കുന്നത്. അതിപ്പോൾ ഒരു പ്രാവശ്യം കളി കഴിയണ വരെ അത് ചോക്കാം, അങ്ങനെയുള്ള ഇതാണ് ഉണ്ടാവാറ്. ചോക്കും ചെയ്യാം, ചോക്കാതെ ഇരിക്കും ചെയ്യാം. അത് കണ്ണ് എങ്ങനെയാണോ അതിൻ്റെ മുകളിൽ എഫക്റ്റ് ചെയ്യണതാണ്, അല്ലാതെ അത് ഒരു കളറല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഓർണമെന്റ്സ് ആണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആംഗികം എന്ന ചതുർവിധ അഭിനയത്തിലേക്ക് കടക്കാം. ആംഗികത്തിൽ അംഗ ഉപാംഗങ്ങൾ കൊണ്ട് എക്സസൈസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കഥകളിയിൽ ഈ ശരീരം. ഈ വേഷഭൂഷാദികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സാധാരണ വേഷം ഒരു 25 മുതൽ 30 കിലോ വരെ വെയിറ്റ് ഉണ്ടാവും ഒരു വേഷം കെട്ടുവച്ചാൽ. അപ്പോൾ ആ ഒരു 25-30 കിലോ കൂടിയും ഇട്ട് അതിനകത്തുനിന്ന് ഇത് പ്രവർത്തിച്ച് പുറത്തേക്ക് എടുക്കണം വെച്ചാൽ അത്യാവശ്യം ഒരു ശരീര മിഴക്കവും ഇതും വേണം. അപ്പോൾ അതിൽ ഉപയോഗിക്കാനുള്ള ഞങ്ങൾ കണ്ണ് സാധകങ്ങളുണ്ട്, ചുണ്ട്, പിന്നെ അപ്പർ ബോഡി, ലെഗ്സ് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ചെറിയ കുറച്ചായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഞാൻ അർജുനെ ക്ഷണിക്കുന്നു. അർജുൻ പിരിയം എങ്ങനെ അളക്കാന്നും കൂടി. അതേപോലെ കണ്ണ്, തിടം, കണ്ണിന്റെ തിടം ആണ് അളക്കുന്നത്. അതുമാതിരി ചുണ്ടുകൊണ്ട് പ്രയോഗിക്കുന്നത്. അതേപോലെ അപ്പർ ബോഡി എക്സസൈസും ഉണ്ട്.
ഞങ്ങൾ ചുഴുപ്പ് എന്ന് പറയും. അപ്പർ ബോഡി എക്സസൈസ്, മുഴക്കം വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസുകളാണ്. അതുമാതിരി കാല് സാധകം, കാല് എക്സസൈസുകൾ. ഇങ്ങനെയാണ് ആംഗിക ഭാവങ്ങൾ കഥകളിയിൽ പരിശീലിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് താങ്ക് യു. അടുത്തത് വാചികം എന്നൊരു ഘടനയാണ്. അതിൽ വാചികത്തിൽ നമ്മൾ കഥകളിയിൽ ഉപയോഗിക്കുന്നത് ചെണ്ട, മദ്ദളം, ചേങ്ങല, എളത്താളം എന്ന് ആണ് മുഖ്യമായി ഉപയോഗിക്കുന്നത്. പക്ഷേ സ്ത്രീവേഷ കഥാപാത്രങ്ങൾക്ക് മാത്രമായിട്ട് എടയ്ക്ക എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാറുണ്ട് കഥകളിയിൽ. അങ്ങനെയാണ് കഥകളി ഈ ഇൻസ്ട്രുമെൻറ്റ്സ് സപ്പോർട്ട് അതിന് കിട്ടുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടാണ് സപ്പോർട്ട് കിട്ടുന്നത്. അതേപോലെ ഭരതനാട്യത്തിനായാലും കുച്ചിപ്പുടിക്കായാലും കർണാടക സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. അതുമാതിരി നോർത്തേൺ ഡാൻസ് ഫോമിന് ഹിന്ദുസ്ഥാനി സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ കേരള തനതായ മോഹിനിയാട്ടവും കഥകളിക്കും മാത്രമായി സോപാന സംഗീതമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ സോപാന സംഗീതത്തിൻ്റെ ഒരു പരിചയത്തിന് വേണ്ടി ഞാൻ കൃഷ്ണമോഹനേട്ടനോട് രണ്ട് രാഗങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പറയാം. നമസ്കാരം. കഥകളിയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സോപാന സംഗീതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വന്നിട്ടുള്ള ചില അപൂർവ രാഗങ്ങളുണ്ട്. അതിപ്പോഴും അതേപോലെ തന്നെ കഥകളിയിൽ പ്രയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പുറനീര, പാടി രാഗം, അതുപോലെ ഖണ്ഡാരം, അങ്ങനെയുള്ള ചില രാഗങ്ങൾ ഇപ്പോഴും കഥകളിയിൽ മാത്രം ഉപയോഗിക്കുന്ന ചില രാഗങ്ങളാണ്. ഇപ്പോൾ പുറനീര എന്നുള്ള രാഗത്തിൽ ഒരു ചെറിയൊരു ആലാപനം പുറനീര എന്നുള്ള രാഗം. ഇനി പാടി എന്നുള്ള രാഗത്തിൻ്റെ പേര് തന്നെ പാടി രാഗം. ഇത് പ്രധാന നായക കഥാപാത്രങ്ങളെ രംഗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു രാഗം. ഇപ്പോൾ രാവണൻ, ദുര്യോധനൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ രംഗത്ത് വരുമ്പോൾ ആ ഒരു ഗാംഭീര്യത്തോടു കൂടി വരുന്ന അവതരണത്തിന് സഹായിക്കുന്ന ചില രാഗങ്ങൾ. അതുപോലെ ഒരേ രാഗം തന്നെ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ട്. ഏറ്റവും സാധാരണമായ ശങ്കരാഭരണം പല രംഗത്തിലും ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ആദ്യത്തെ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ ശൃംഗാരപദത്തിൻ്റെ അതിന് ഉപയോഗിക്കുന്ന അതിനുള്ള ഒരു രാഗം. അപ്പോൾ ശൃംഗാരപദമാകുമ്പോൾ വളരെ സ്ലോ മോഷനിൽ എങ്ങനെയാണ് പാടുന്നത്, നായകൻ നായികയെ കണ്ട് ശൃംഗാരപദം അവതരിപ്പിക്കുന്ന ആ ഒരു രീതി ശങ്കരാഭരണത്തിൽ വളരെ പതിഞ്ഞിട്ടുള്ള ഒരു പദത്തിൻ്റെ ഒരു വരി. ഇനി ഇതേ രാഗം തന്നെ വളരെ ക്രോധം വരുന്ന ഒരു അവസ്ഥയിൽ രണ്ട് കഥാപാത്രങ്ങൾ, ഇപ്പോൾ ശ്രീരാമനും പരശുരാമനും കണ്ടുമുട്ടുന്ന രംഗത്തിൽ പരസ്പരം ആക്ഷേപിക്കുന്ന ഒരു പദം ശങ്കരാഭരണത്തിൽ തന്നെ ചെയ്യാറുണ്ട്. അരട നടം നീടുന്നു, അരട നടം നീടുന്നു രാമനോട മൂഢ, രാമനോട മൂഢ. അപ്പൊ ഇങ്ങനെ ഒരു പദം വളരെ ഫാസ്റ്റായിട്ടും ചെയ്യുന്ന ഒരു സമ്പ്രദായം കഥകളിയിലുണ്ട്. അപ്പോൾ ഇതാണ് വാചികം എന്ന ചതുർവിധാഭിനയത്തിലെ വാചികം എന്ന അതിൻ്റെ പ്രാധാന്യം കൊടുത്ത്. ഇനി അടുത്തതായിട്ട് സാത്വികം, അവസാനത്തെ ചതുർവിധാഭിനയത്തിലെ അവസാനത്തെ സാത്വികം എന്ന അഭിനയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ഈ മലയാള അക്ഷരം പോലെ കഥകളിക്ക് 24 മുദ്രകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാറ്. അപ്പം കഥകളിയിലുള്ള 24 മുദ്രകൾ അപ്പോൾ ഇത് കൂടാതെ ഞാൻ കുറച്ച് നവരസങ്ങൾ ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കഥകളിയുടെ ഒരു പദം കൂടി കഴിഞ്ഞ് നിർത്താം. ഒരു മിനിറ്റ്. ആദ്യം ശൃംഗാരം. അടുത്തത് ഹാസ്യം. കരുണം. രൗദ്രം. വീരം.
ഭയാനകം. ബീഭത്സം. അറപ്പ്. അത്ഭുതം. ശാന്തം. ഇനി ഈ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ സമാപിക്കാൻ ഒരു ചെറിയ കല്യാണ സൗഗന്ധികം എന്ന കഥയിൽ നിന്ന് എടുത്തൊരു ഭാഗം, ഭീമന്റെ പദം ആണ്. അർജുൻ ചെയ്ത് കാണിക്കും. മാഞ്ചേ മിഴിയാളെ നിന്നാൽ വാചിത ആയിടുന്നോ മാഞ്ചേ മിഴികളെ നിന്നാൽ മാഞ്ചേ മിഴികളെ നിന്നാൽ മാഞ്ചേ മിഴിയാളെ നിന്നാൽ മാഞ്ചേ മിഴിയാളെ നിന്നാൽ മാഞ്ചേ മിഴിയാളെ നിന്നാൽ വാഞ്ചിതം ആയിടുന്നോ വാഞ്ചിതം ആയിടുന്നോ അൽജിത സൗഗന്ധിക അൽജിത സൗഗന്ധിക അൽജിത സൗഗന്ധിക അഞ്ചാതെ കുണ്ടം നീട അഞ്ചാതെ കുണ്ടം
ശൈല മുകളിൽ നാലു 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 ചക്ര ലോകത്തെ നാലു ചക്ര ലോകത്തെ നാലു വേല ഇല്ല തവ ഹിതം വേല ഇല്ല തവ തവ ഹിതം വിക്രമേണ സാധിപ്പ വിക്രമേണ സാധിപ്പ ചഞ്ചലാക്ഷ്മി മാരണി യോ അപ്പോൾ ഈ ഒരു കഥകളി പ്രസൻറ്റേഷനോട് ഈ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ഇവിടെ ഉപസംഹരിച്ചു കൊള്ളുന്നു. ഇതേപോലെ ഇനിയും ലെക്ചർ ഡെമോൺസ്ട്രേഷനും പരിപാടികളായിട്ട് നിരവധി സ്റ്റേജ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി, നമസ്കാരം. അതേപോലെ ഞാൻ എൻ്റെ കൂടെയുള്ളവരെയും കൂടി പരിചയപ്പെടുത്തട്ടെ. വേഷത്തിൽ നിന്നുണ്ടായിരുന്ന അർജുൻ വാര്യർ. അർജുൻ വേഷം മാത്രമല്ല പാട്ടും കൈകാര്യം ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ളതാണ്. നെടുമ്പള്ളി കൃഷ്ണമോഹനേട്ടൻ പാട്ടിന്. കലാശ്രീ നെല്ലുവായ നമ്പീശൻ, അദ്ദേഹം ഇവിടെ ജുഗൽബന്ദി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. മൂപ്പര് ചെണ്ട മാത്രമല്ല എല്ലാ വാദ്യങ്ങളും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ ഞാനും രഞ്ജീഷ്. താങ്ക് യു. ഇത്ര നേരം ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, മലയാളികള് എന്നും കേൾക്കുന്ന, നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, കഥയറിയാതെ ആട്ടം കാണാനിരിക്കുന്നവർ എന്നുള്ളത്. അങ്ങനെ കഥയറിയാതെ ആട്ടം കാണാനിരുന്ന നമ്മളെയൊക്കെ കുറച്ചെങ്കിലും കഥയിലേക്കും ആ കഥ അവതരിപ്പിക്കുന്നതിലേക്കും കൊണ്ടുവന്ന രഞ്ജീഷിനെ നമ്മൾ ഒരു നിറഞ്ഞ കയ്യടിയോടെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഈ വേദിയിൽ അതിമനോഹരമായ ഒരു ക്ഷേത്രകല എന്ന രീതിയിൽ ഒതുങ്ങിപ്പോയ ഈ കഥകളി രൂപത്തെ മനോഹരമായി അവതരിപ്പിച്ചവർ എല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാ കലാകാരന്മാരും കേരളീയ സമാജത്തിന്റെ അംഗങ്ങളാണ്. സുഹൃത്തുക്കളെ, നമുക്ക് അഭിമാനിക്കാം. മറ്റൊരു കാര്യം, രഞ്ജിഷ്, നമ്മൾ മലയാളികളുടെ കലയാണ് കഥകളി. ഈ കഥകളി മലയാളത്തിലല്ലാതെ കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന ഒരു മലയാളി കഥകളിയുടെ മഹാഭാവങ്ങളെ നമുക്ക് അവതരിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു അപൂർവതയാണ്. നന്ദി, നന്ദി, നന്ദി.